ക്രൈസ്തവ സഭകളെയും വിശ്വാസികളെയും ഒപ്പം ചേർക്കാൻ BJP കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കർശനമായ നിലപാട് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ലിമിസ് ബാബു ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ ക്രൈസ്തവ സംഘടനകൾ പ്രതിഷേധവുമായി ഇപ്പോൾ തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് എത്തുകയാണ്. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. മതേതര രാജ്യമാണ്. വാ മൂടിക്കെട്ടിയുള്ള പ്രതിഷേധമാണ്. അവരുടെ വിശ്വാസം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന ഒരു അവകാശമാണ്. അതെ, അതുകൊണ്ട് തന്നെ ഈ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, BJP നേതൃത്വം ഈ സമീപകാലത്തായി ക്രൈസ്തവ സമുദായങ്ങളോടും ക്രൈസ്തവ സംഘടനകളോടും വളരെ ഉദാര സമീപനം സ്വീകരിക്കുന്നുവെന്ന് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ക്രൈസ്തവ വിശ്വാസികളെ കൂടി ഒപ്പം ചേർത്താൽ കേരളത്തിൽ അത്ഭുതം കാട്ടാനാകുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഉൾപ്പെടെ നിലപാടും നീക്കങ്ങളും. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ വലിയ പ്രതിഷേധം BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഉയരുകയാണ്. കടുത്ത ഭാഷയിലുള്ള വിമർശനം സഭാ നേതൃത്വത്തിന് ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിന്റെ തുടർച്ചയിലെ ഇപ്പോൾ രാജ്ഭവനിലേക്കുള്ള ഈ പ്രതിഷേധ മാർച്ചും അവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെയേറെ വേദനാജനകമാണ്. തീർച്ചയായിട്ടും രതീഷ്, കാരണം നമ്മൾ ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ക്രൈസ്തവ സഭകളെല്ലാം തന്നെ നീങ്ങുന്നത്. രാജ്യവ്യാപകത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമെല്ലാമായി കാണുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രാജ്ഭവനിലേക്കാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കത്തോലിക്ക സഭയുടെ വിവിധ ബിഷപ്പുമാർ, അതോടൊപ്പം തന്നെ മാർത്തോമ സഭയിലെ ബിഷപ്പ് ഉൾപ്പെടെയുള്ള വൈദികർ അവരെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നത് തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാനായിട്ടുള്ള ക്രിസ്തുദാസ് ആറാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് വായു മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്ക് നീങ്ങും. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും മറ്റ് പ്രധാനപ്പെട്ട ബിഷപ്പുമാരെല്ലാം തന്നെ സംസാരിക്കുക. ഉദ്ഘാടനം, ഈ രാജ്ഭവന് മുന്നിലുള്ള ഉദ്ഘാടനം നടത്തുന്നത് മോർ ബസേലിയൂസ് ക്ലിമിസ് കാതോലിക്ക ബാവയാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള അദ്ദേഹമാണ് അവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിക്കുക. ഏതായാലും വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് കത്തോലിക്ക സഭയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹവും നീങ്ങുന്നത്. ഇപ്പോൾ CBCയും വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തിലെ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജോർജ് കുര്യന്റെ പ്രസ്താവന, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേണ്ട തരത്തിൽ ഇടപെട്ടില്ല എന്ന ധ്വനിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പോലും മറുപടി നൽകുന്നുണ്ടായിരുന്നു. CBC ഉൾപ്പെടെ കൃത്യമായി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുകയാണ്, ഇടപെടൽ തുടരും. അതേസമയം കേന്ദ്ര സർക്കാരിനുള്ള അതൃപ്തി വ്യക്തമാക്കുന്നുമുണ്ടായിരുന്നു. ഈ സഭകൾ ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ മോചന കാര്യത്തിൽ CBCI ഉൾപ്പെടെ എന്തൊക്കെ നിലപാട് സ്വീകരിക്കുന്നു, എന്തൊക്കെ ശ്രമങ്ങൾ തുടരുന്നു, കേന്ദ്ര സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാകും എന്ന് കരുതുന്നുണ്ടോ? ഒരു രാഷ്ട്രീയമായി ഇടപെടൽ ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? ഏതായാലും ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമ്പോൾ ഇവർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമാണ്. അതായത് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ പുറത്ത് ഇറക്കണം, അതിന് കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യമാണ് എന്നൊരു കാര്യമാണ് വിവിധ സഭകൾ അതോടൊപ്പം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ വിഷയം വലിയ തോതിലുള്ളൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ മാത്രമല്ല, രാജ്യവ്യാപകമായി അത്തരത്തിൽ മാറിയിട്ടുണ്ട്. പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസും CPM എല്ലാം കേരളത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു. കാരണം ഇവിടെ കേൾക്കും അവിടെ കൈവിലങ്ങും എന്നൊരു കാര്യമാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. കാരണം പലപ്പോഴും ഈ ക്രൈസ്തവ സമൂഹത്തെ അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക എന്നതായിരുന്നു BJP കഴിഞ്ഞ കുറെ നാളുകളായി പിന്തുടരുന്ന ആ ഒരു രീതി. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അതിനെതിരെ ഉയരുന്നുണ്ട്. ഇന്ന് കത്തോലിക്ക സഭകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് മാർത്തോമ സഭ കൂടി ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നു എന്ന് അറിയിച്ചത്. ഇപ്പോൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും മാർച്ച് അങ്ങോട്ടേക്ക് രാജ്ഭവനിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. വായു മൂടിക്കെട്ടിയ ഒരു പ്രതിഷേധമാണ്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഏതായാലും അവരുടെ പ്രതികരണങ്ങളിലേക്ക്, ബിഷപ്പുമാരുടെ പ്രതികരണങ്ങളിലേക്ക് പോകുന്നതിന് സാധിക്കില്ല. ഏതായാലും ഇനി എന്താണ് സഭ എടുക്കാൻ പോകുന്ന നിലപാട് ഈ വിഷയത്തിൽ എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ രാജ്ഭവന് മുന്നിൽ വെച്ച് ഉള്ള പ്രസംഗത്തിൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള
ബസേലിയോസ് ക്ലിമ്മിസ് കാതോലിക്ക ബാബയും ഒപ്പം തന്നെ തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിട്ടുള്ള തോമസ് ജെ നെറ്റോ അടക്കമുള്ള ആളുകൾ പ്രസംഗിക്കും. അക്കാര്യത്തിൽ ഇനി സഭ തുടർന്നെടുക്കാൻ പോകുന്ന നിലപാടുകളെ കുറിച്ച് വ്യക്തമാകും. ഏതായാലും മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ രാജ്ഭവനിലേക്ക് എത്തിച്ചേരും. BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നതിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ കാലത്തെല്ലാം തന്നെ നമ്മൾ കണ്ടു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രൈസ്തവരെ കൂടുതൽ ഈ ഒരു വിഭാഗത്തെ കൂടുതൽ അടുപ്പിച്ചു നിർത്തുക എന്നൊരു നീക്കം BJPയുടെ പല ഭാഗത്തു നിന്നും നിലപാടുകളിലടക്കം നമ്മൾ കണ്ടതാണ്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തെ കുഴയ്ക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരം ഈ സമീപകാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം ക്രൈസ്തവ സഭ തന്നെ നേരിട്ട് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ കണ്ടിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. രാജ്ഭവന് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ VCയും അതോടൊപ്പം തന്നെ സർക്കാരുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അസാധാരണമായ ഒരു കാര്യങ്ങളിലേക്കാണ്. ഇടവേളയ്ക്ക് ശേഷമാണ് സഭകളുടെ ഭാഗത്ത് നിന്ന് തെരുവിലിറങ്ങിയുള്ള സമരം.